ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് കെയർ ആൻഡ് മെമ്മൻസിൻ്റെ വൺ ഓഫ് അസ് ഇസ് ലൈങ് സീരീസിലെ ഫസ്റ്റ് ബുക്കായ വൺ ഓഫ് അസ് ഇസ് ലൈങ്ങിനെ പറ്റിയാണ്. ഈ ഒരു പുസ്തകം യങ് അഡൽട്ട് സസ്പെൻസ് ത്രില്ലർ മിസ്റ്ററി ത്രില്ലർ ആ ഒരു ഭാഗത്തിൽ വരുന്ന ഒരു പുസ്തകമാണ്. എൻ്റെ ഫേവറേറ്റ് വണ്ണുകളിൽ ഒന്നുകൂടിയാണിത്. എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റിൽ വരാൻ കാരണം കണ്ടിന്യൂസ് ആയിട്ട് ഡിറ്റക്റ്റീവ് ബുക്കുകളും ക്രൈം ത്രില്ലേഴ്സൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഏകദേശം ആ സസ്പെക്റ്റിനെ അല്ലെങ്കിൽ ആ ഒരു കഥയുടെ പോക്ക് എൻഡിങ് ഒക്കെ നമുക്ക് ഏകദേശം പ്രെഡിക്റ്റബിൾ ആവാറുണ്ട്. ആ പ്രഡിക്ഷനെ പൊളിച്ചു എഴുതുന്ന ഏതൊരു പുസ്തകവും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റിൽ വരുന്നൊരു പുസ്തകമാണ്. അങ്ങനെ വന്നിട്ടുള്ളതാണ് ഇതും. ഈ ഒരു പുസ്തകത്തിലെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ആണ്. നമുക്കറിയാം എല്ലാവരും യൂസ് ചെയ്യുന്ന ഒന്നാണ് സോഷ്യൽ മീഡിയ. പക്ഷേ അതിനൊരു റിവഞ്ച് ടൂളായിട്ട് യൂസ് ചെയ്ത് എങ്ങനെയുണ്ടാവും? തങ്ങളുടെ പേഴ്സണൽ ഗ്രഡ്ജസ് തീർക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തങ്ങളെ മറ്റുള്ള ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകളുടെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുക. അതിൽ എത്രമാത്രം ശരിയുണ്ട് തെറ്റുണ്ട് എന്നൊന്നും നോക്കുന്നില്ല. അതുമൂലം അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, പ്രത്യേകിച്ച് ടീനേജേഴ്സിൻ്റെ ഇടയിലാകുമ്പോൾ അവരതിനെ എങ്ങനെ ഓവർകം ചെയ്തു വരും, എന്തൊക്കെയാണ് അവർക്ക് ഫേസ് ചെയ്യേണ്ടി വരിക, അവരെ മറ്റുള്ളവരെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൂടി പറയുന്നൊരു പുസ്തകമാണിത്. സൈമൺ എന്ന പേരിലൊരു കുട്ടി തൻ്റെ ക്ലാസ് റൂമിൽ അലർജിക് റിയാക്ഷൻസ് മൂലം മരിക്കുകയാണ്. തൊട്ടടുത്ത ദിവസം തന്നെ അവൻ്റെ കൂടെ ക്ലാസ്സിലുണ്ടായിരുന്ന ഈ ഒരു 4 പേരെക്കുറിച്ചുള്ള ഗോസിപ്പുകൾ ഈ മരിച്ച കുട്ടിയുടെ ഗോസിപ്പ് ആപ്പിലൂടെ പുറത്തു വരികയാണ്. തുടർന്ന് ഈ കുട്ടികളാണ് ഈ ഒരു കൊലപാതകം ചെയ്തതെന്ന രീതിയിലേക്ക് കഥ മാറുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ആരാണെന്നാണ് പറയുന്നുണ്ടാവുക? ആരായിരിക്കും ഈ കൊലപാതകത്തിന് പിന്നിൽ? ഈ 4 പേരല്ലാതെ മറ്റാരെങ്കിലും ഈ ഒരു കൊലപാതകത്തിൻ്റെ ഭാഗമാണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന ഒരു പുസ്തകമാണിത്. വായിക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നെങ്കിൽ ഇതൊരു ബെസ്റ്റ് ചോയ്സ് ആയിരിക്കും. വായിച്ചവരാണെന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ.